Flight mode ആണ്. Wait a sec. ഞാൻ ആ PPT നോക്കിയാൽ എൻ്റെ പണിയും പോകും. So good morning all. Welcome to the live session of IILT. So today we are going to start with our live session and we will be discussing OET subtext reading, and today we will be providing an overview to the complete reading module. It's just an introduction part to OET reading. We won't be having a huge description regarding that particular, but be having a good look, a quick look into the entire points of OET reading, part A, part B and part C. Okay, so before we start our live, let's wait so that some of our students or some of the others to join. Okay, so I can see some of our students are joining. Okay, let them join. Let's go with our session. അപ്പോൾ യു ഓൾ നോ ദാറ്റ് നമ്മുടെ ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് OET-യിൽ നമുക്ക് മേജർലി 4 സബ് ടെക്സ്റ്റ് ആണുള്ളത്. അതിൽ നമുക്ക് റീഡിംഗ്, ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് അവർ മൊഡ്യൂൾ റീഡിംഗ്. അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ടറി പാർട്ടായിരിക്കും നമുക്ക് തരിക. ഓക്കെ, അപ്പോൾ വെൻ വി ഗോ ഫോർ എനി ലാംഗ്വേജ് ടെസ്റ്റ്, നമുക്ക് ആ ലാംഗ്വേജിന്റെ എബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 4 മെത്തേഡ്സിലൂടെയാണ്. അവർ എബിലിറ്റി ടു റീഡ് ദാറ്റ് ലാംഗ്വേജ്, എബിലിറ്റി ടു ലിസൺ, റൈറ്റ് ആൻഡ് ഹൗ വി സ്പീക്ക് ദാറ്റ് പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫിഷ്യൻസി എടുക്കുക. സോ OET, സിൻസ് ഇറ്റ് ഇസ് എൻ ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്, ദാറ്റ് ടെസ്റ്റ് അവർ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ റീഡിംഗ് ഓൾസോ. അപ്പോൾ എന്താണ് OET റീഡിങ്ങിന്റെ ഫസ്റ്റ് സ്പെഷ്യാലിറ്റി? Since OET is an occupational English test strictly meant for a profession, whatever materials that you get for reading will be completely based on a health or a medical topic. ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് റീഡിങ്ങിന്റെ ഒരു പാർട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് റീഡിംഗ് യു വിൽ ബി ഹാവിംഗ് സം ക്വസ്റ്റ്യൻസ് ടു ടാക്കിൾ. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം. ഇതാണ് റീഡിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. For example, നിങ്ങളൊരു ഹോസ്പിറ്റൽ, when you go and work in a hospital outside where the English is their common mother tongue, അവിടെ when you get a material, how you understand that material, how you read and understand that material, how you assimilate that information, how you disseminate that information to your colleagues, ഈ ഒരു എബിലിറ്റി നമ്മൾക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് OET റീഡിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമുക്ക് വെച്ചിരിക്കുന്നത്. സോ ഐ ഹോപ്പ് ദ ഇൻട്രൊഡക്ടറി പാർട്ട് ഈസ് ക്ലിയർ ടു യു. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മളതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ പോകുന്നു. സോ റീഡിംഗ്, ഇപ്പോൾ OET റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഐ കൺവേ മൈസെൽഫ്, ഇറ്റ് ഈസ് ആൻ എക്സ്പെഡീഷ്യസ് റീഡിംഗ് ടാസ്ക്. എക്സ്പെഡീഷ്യസ് റീഡിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വി നീഡ് ടു ഹാവ് എ ക്വിക്ക് റീഡിംഗ് എബിലിറ്റി ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദി ആൻസർ ക്വിക്ക്ലി. നമുക്ക് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാനില്ല. Okay, അത് വെച്ച് തന്നെ we'll go for the introduction. So the maximum questions that we get for OET reading is, everyone knows, as it's 42. നമുക്ക് 42 questions ആണ് നമുക്ക് ടോട്ടൽ റീഡിങ്ങിനുള്ളത്. ആൻഡ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദാറ്റ് 42 questions, the maximum time that we get is 1 hour or 60 minutes. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇറ്റ് ഇസ് എൻ എക്സ്പെഡീഷ്യസ് റീഡിംഗ് ടാസ്ക്, എ ക്വിക്ക് ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് us. നമുക്ക് 42 ക്വസ്റ്റ്യൻസും ഉണ്ട് ആൻഡ് വി നീഡ് ടു കംപ്ലീറ്റ് ഇറ്റ് ഇൻ 1 hour or within 60 minutes. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ when we go a bit deep into that particular thing, നമുക്ക് 42 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ടോട്ടൽ 60 മിനിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 42 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു ചെയിൻ പോലെ തന്നിരിക്കുകയല്ല ചെയ്യുന്നത്. ആ 42 ക്വസ്റ്റ്യൻസിനെ 3 പാർട്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വിൽ മൂവ് ടു ദ ഫസ്റ്റ് സ്ലൈഡ്. ലുക്ക് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ തിങ്. എന്താണ് OET റീഡിംഗ്? ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ഇറ്റ്സ് ആൻ എക്സ്പെഡീഷ്യസ് റീഡിംഗ് ടാസ്ക്. ഞാൻ പറഞ്ഞു എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്? 42 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. പിന്നെ മാക്സിമം ടൈം, ആസ് ഐ ഓൾറെഡി മെൻഷൻ, ഇറ്റ് ഇസ് എന്താണ് 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour. ഇത്രയും ക്ലിയർ ആവുമോ? These are the things that you already know regarding this particular thing. So if I recollect what I've already mentioned, നമുക്ക് 3 പാർട്ട് ആണുള്ളത്. So you can see the next slide. Look at the next slide. We have part A, part B and part C. അല്ലേ? എക്സാം എഴുതിയിട്ടുള്ളവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. We have 3 parts.
Why we are having these three parts? We are dividing the entire 42 questions into part A, part B, and part C. What does that mean? Part A has some questions, part B and C, B has some questions, and part C also has some questions. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Okay. So I hope everyone is following, right? Comfortable അല്ല എല്ലാവരും? Okay, guys. So look at the task, look at the slide. 3 parts, part A, part B, and part C. And part A is an expeditious reading task. Reading is നമുക്ക് full ആയിട്ട് expeditious reading task എന്ന് പറയാം. പക്ഷേ part A, it is particularly I have mentioned in that slide, is an expeditious reading task. എന്തുകൊണ്ടാണ്? നമുക്ക് just go to the introduction for part A. Part A ഒന്ന് നോക്കി. Part A assesses your ability to locate specific information from the full text related to a single health topic. I have already mentioned നിങ്ങൾക്ക് റീഡിംഗ് എന്നുള്ളത് ഒരു ഹെൽത്ത് ടോപ്പിക് ആയിരിക്കും ആൻഡ് ആ ഹെൽത്ത് ടോപ്പിക്കിനെ കുറിച്ച് വായിച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് ടാക്കിൾ ചെയ്യണം. ഓക്കെ, ഇറ്റ് അസസ് അവർ എബിലിറ്റി ടു ലൊക്കേറ്റ് എ സ്പെസിഫിക് ഇൻഫർമേഷൻ ഫ്രം ദ 4 ടെസ്റ്റ് ദാറ്റ് റിലേറ്റ് ടു എ സിംഗിൾ ഹെൽത്ത് ടോപ്പിക്. അപ്പോൾ വി ആർ മൂവിംഗ് ടു പാർട്ട് എ. So we are dividing the entire 42 questions into 3. When we talk specifically about part A, among those 42 questions, you have already seen on the slide. What are the total number of questions? 20. Part A ki matram namakku 20 questions aanullathu, and in order to complete that 20 questions, what is the maximum time that you get? It is 15 minutes. 20 questions under 15 minutes under. Then you can understand why I use the term expeditious, because 20 questions namukku 15 minutes samayullu. We don't have even a minute for a question. Okay, and total marks 20. Each question carries 1 mark. ഇതാണ് പാർട്ടിയുടെ ഒരു നട്ട്ഷെൽ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിഗാർഡിംഗ് വാട്ട് മൊഡ്യൂൾ ദാറ്റ് വി ആർ ടോക്കിംഗ്, നമ്മൾ റീഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ whatever be that, part A ആണെങ്കിലും പാർട്ട് ബി ആണെങ്കിലും പാർട്ട് സി ആണെങ്കിലും നമുക്ക് വി നീഡ് എ റീഡിംഗ് മെറ്റീരിയൽ. അത് വായിച്ചു കഴിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് ഈ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ഓർഡർ ടു ദാറ്റ്, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ടെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. സോറി, നമുക്ക് 4 ഷോർട്ട് ടെക്സ്റ്റുകളാണ് നമുക്ക് പാർട്ട് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പാർട്ട് എ. റീഡിങ്ങിന് എൻറ്റയർലി നമുക്കൊരു 4 ഷോർട്ട് ടെക്സ്റ്റ് ഉണ്ടെന്നല്ല പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് പാർട്ട് എ ഓൺലി. ആ പാർട്ട് എക്ക് മാത്രം നമുക്ക് 4 ഷോർട്ട് ടെക്സ്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ നെയിം ചെയ്യുന്നു എ, ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി ആൻഡ് ടെക്സ്റ്റ് ഡി. കണ്ടില്ലേ നിങ്ങൾ നെക്സ്റ്റ് സ്ലൈഡിൽ? ഓക്കെ, ആ സ്ലൈഡിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഞാനൊരു സർക്കിൾ സെയിം ടോപ്പിക് എന്ന് പറയുന്നതിൽ ഇട്ടിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? എന്താണ് അതിന്റെ സെയിം ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട് എയിൽ വി ഹാവ് ഓൾറെഡി മെൻഷൻഡ് നമുക്ക് ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി എന്നൊരു സംഭവം ഉണ്ട്. ആ 4 ടെക്സ്റ്റിലും ഒരേ ഇൻഫർമേഷന്റെ പല പല ആസ്പെക്റ്റുകളായിരിക്കും കൊടുത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു ഹെൽത്ത് ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും അതിനകത്ത് മെൻഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഇമാജിൻ നമുക്ക് പാർട്ട് എയിൽ വായിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചായിരിക്കും. സേ മംസ്, ചിക്കൻ ബോക്സ്, മെനഞ്ചൈറ്റിസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചായിരിക്കും നമ്മുടെ പാർട്ട് എയിലോ ടെക്സ്റ്റ് വരിക. അപ്പോൾ ആ ഏത് ഡിസീസ് കണ്ടീഷൻ ആണോ തന്നിരിക്കുന്നത് അതിന്റെ പല പല ആസ്പെക്റ്റുകൾ 4 ടെക്സ്റ്റിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ടെക്സ്റ്റ് ഇസ് അബൌട്ട് മംസ്, ടെക്സ്റ്റ് എയിൽ ആ മംസിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചായിരിക്കും. എന്താണ് ആ മംസ് എന്ന് പറയുന്ന കണ്ടീഷൻ, എവിടെയൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ടെക്സ്റ്റ് എ തരിക. ടെക്സ്റ്റ് ബിയിൽ എന്ത് ചെയ്യും, ആ മംസ് എന്ന് പറയുന്ന ഡിസീസിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും. അപ്പോൾ ആ മംസ് എന്ന് പറയുന്ന സെയിം ടോപ്പിക്കിന്റെ തന്നെ അതിന്റെ മറ്റ് ആസ്പെക്റ്റുകളാണ് മറ്റ് ടെക്സ്റ്റുകളിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് എയിൽ അതൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കാം. ടെക്സ്റ്റ് ബിയിൽ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് മംസ്. ടെക്സ്റ്റ് സിയിൽ could be what are the management options that we can do, and text 4 it is about prevention. അപ്പോൾ ആ മംസ് എന്ന് പറയുന്ന ഡിസീസസിന്റെ തന്നെ അതിന്റെ ഇൻട്രൊഡക്ഷൻ, അത് മംസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, what are the treatment or the management options that we can take in order to cure that disease, and 4 what are the preventive measures that we need to take. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, ഒരു ടോപ്പിക്കിന്റെ തന്നെ പല 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 ആസ്പെക്റ്റുകൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കും. Based on the reading of these 4 texts, we need to tackle the entire 20 questions that is exclusively given for part A within a stipulated time of 15 minutes. Clear അല്ലേ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? If it's okay, just please comment yes on the chat box. Yes, fine. Okay, അപ്പോൾ നമ്മൾ പാർട്ട് എയിൽ 20 questions എന്ന് പറഞ്ഞു. ആ 20 questions വീണ്ടും
ഒരു 3 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ സ്ലൈഡിലെ ബോക്സിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദാറ്റ് തിങ്. 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പാർട്ട് എ കിട്ടുക. വൺ ഇസ് മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ആൻഡ് ലുക്ക് അറ്റ് ദ തേർഡ് വൺ സെന്റൻസ് കംപ്ലീഷൻ. ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എന്താണ് പാർട്ട് എയിൽ കിട്ടുക. എന്താണ് മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ 20 ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് 1 to 7 ക്വസ്റ്റ്യൻസ്, നോർമലി ഫസ്റ്റ് 1 to 7 ക്വസ്റ്റ്യനെ നമ്മൾ മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. റിമൈനിങ് 8 to 14 നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ആൻഡ് ദ റിമൈനിങ് 15 to 20 അതിനെ നമ്മൾ സെന്റൻസ് കംപ്ലീഷൻ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയും. അപ്പോൾ ഫ്രം ദാറ്റ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് സെന്റൻസ് കംപ്ലീഷൻ, ഫ്രം ദ വേർഡ്സ്, ഫ്രം ദി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നെയിം ഇറ്റ് സെൽഫ്, ഐ തിങ്ക് യു നോ വാട്ട് ഇസ് ദ പർട്ടിക്കുലർ തിങ്. ബട്ട് വാട്ട് ഡു യു മീൻ ബൈ മാച്ചിങ് ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് 7 മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 7 സ്റ്റേറ്റ്മെന്റ് തരും. ആ 7 സ്റ്റേറ്റ്മെന്റും നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത 4 ടെക്സ്റ്റ് ഉണ്ടല്ലോ, എ, ബി, സി ആൻഡ് ഡി. ഈ ഏത് ടെക്സ്റ്റിലാണ് ആ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ മെൻഷൻ കിടക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് ടെക്സ്റ്റിൽ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിരിക്കാം, സെക്കൻഡ് ടെക്സ്റ്റിൽ സിംറ്റംസ്, തേർഡ് ടെക്സ്റ്റിൽ മാനേജ്മെന്റ് ആൻഡ് ഫോർത്ത് അബൌട്ട് പ്രിവെൻഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു സിംറ്റംസിനെ കുറിച്ച്, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് മംസ് അല്ലെങ്കിൽ സിംറ്റംസ് റിഗാർഡിംഗ് മംസ് എന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് മാച്ചിങ് ടൈപ്പ് ഓഫിലെ 1 to 7 ഒരു ക്വസ്റ്റ്യൻ കിട്ടുക. അപ്പോൾ വി നോ ദാറ്റ് സിംറ്റം എന്ന് പറയുന്ന ടോപ്പിക് ഏത് ടെക്സ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്, ഇറ്റ്സ് ആസ് പെർ അവർ ഹൈപ്പോത്തസിസ് ഇറ്റ് ഇസ് ടെക്സ്റ്റ് ബി. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബി എന്ന് എഴുതുക. ഇതാണ് മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ആൻഡ് റിമൈനിങ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 to 14 നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും. വി നീഡ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ യൂസിങ് എ വേർഡ് ഓർ എ ഷോർട്ട് ഫ്രേസ്. ഇത്രേ ഉള്ളൂ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ആൻഡ് സെന്റൻസ് കംപ്ലീഷൻ എന്താ, എമംഗ് ദോസ് 4 texts they will be taking a sentence from that text and they will be omitting a word or a phrases in between. The fill in the blanks, the dash could be either towards the beginning, towards the middle or towards the end. We need to fill what the missing word or a phrase into that 15 to 20 questions. അങ്ങനെയാണ് നമുക്ക് third set of sentence completion question വരുന്നത്. Okay, I hope part A is clear to you. Since this is an introductory class, we are having just an overview of this reading. We are not going to too much details. Details we will be giving in the other classes, but it is the just introduction. I hope part A യുടെ general introduction എല്ലാവർക്കും clear ആയിരുന്നു. Clear ആണല്ലോ? And the thing I need to mention is that like the public exams or the government exams that we are attempting in OET, we don't have negative marks. Negative marks namakilla. For every correct answer, you'll be getting 1 marks. Okay, look at the next slide. Nammal paranju text il 3 part aanullathu. First part nammal introduction kazhinju. Second part is part B. Part B, part C ennulladalla ulle. Okay. So part A യുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, Part A has a specialty, which means after 20 minutes, your booklets will be collected. Part A യുടെ answer booklet collect ചെയ്യുകയും ചെയ്യും. After that 20 minutes, you are not supposed to do part A. ബാക്കി റിമൈനിങ് ടൈം എത്രയാണ് നമുക്ക്? 45 minutes ആണ് അല്ലേ? ബിക്കോസ് ടോട്ടൽ 60 minutes ഉണ്ട്, അതിൽ 15 minutes ഓൾറെഡി പാർട്ട് എക്ക് പോയി. ആ 15 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാർട്ട് എ വി ആർ നോട്ട് സപ്പോസ് ടു ഡു, ബിക്കോസ് ദി ഇൻവിജിലേറ്റർ വിൽ കളക്ട് യുവർ എക്സാം ആൻസർ ബുക്ക്ലെറ്റ്. Okay, so that's why I told you it is a highly expeditious task. We need to have a quick reading. Okay, so after those 15 minutes, we have a remaining 45 minutes. Our 45 minutes, it is equally divided for part B and part C. Our 45 minutes കൊണ്ട് നമുക്ക് part B യും part C യും നമ്മൾ complete ചെയ്യണം. Okay, clear ആണല്ലോ? I hope I'm making myself clear to you, right? Okay guys, look at part B. നമ്മൾ 20 questions ആയിരുന്നു പാർട്ട് എയിൽ. അപ്പോൾ 42 ക്വസ്റ്റ്യൻസിൽ നിന്നും വി ഹാവ് ഓൾറെഡി ഗോൺ ഫോർ 20 questions. സോ റിമൈനിങ് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 22 questions ഉണ്ട്. ഇൻ ദാറ്റ് റിമൈനിങ് 22 questions, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്, പാർട്ട് ബി. ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ പാർട്ട് ബി 6. പാർട്ട് എയിൽ നമുക്ക് 20 ഉണ്ടെങ്കിൽ പാർട്ട് ബിയിൽ നമുക്ക് 6 questions ആണുള്ളത്. ആൻഡ് നമ്മൾ എന്താ ഒരു 4 ടെക്സ്റ്റിനെ പറ്റി വി ഹാവ് ഓൾറെഡി മെൻഷൻ. ദാറ്റ് വാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പാർട്ട് എ, എൻറ്റയർ റീഡിംഗ് മൊഡ്യൂൾ എന്നുള്ളതല്ല. അപ്പോൾ when we come for part B, we need to have a reading material. അതിന് നമുക്ക് we have 6 different extracts. What does that mean? Already we have mentioned that we have 6 questions and we have 6 different extracts, which means you have a question from each extract. 6 extract, 6 questions. Single question from single extract. പാർട്ട് എയിൽ എന്തായിരുന്നു? നമുക്ക് 4 ടെക്സ്റ്റിൽ നിന്നും നമുക്ക് 20 questions ആയിരുന്നു. പക്ഷെ ഇവിടെ ഓരോ എക്സ്ട്രാക്റ്റിൽ നിന്നും we need to have a question. Clear ആണല്ലോ?
Yes, and we have already mentioned നമുക്ക് 6 extract ഉണ്ടായിരിക്കും. And what are the type of material that you get? ആ 6 extract ന്റെ ഫോർമാറ്റ് എന്തായിരിക്കും? Look at what I've given in that circle. അതൊരു ഇമെയിൽ ആയിരിക്കാം, ഒരു നോട്ടീസ് ആയിരിക്കാം, ഒരു മെമ്മോ, ഒരു മാനുവൽ, ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ്. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു 6 മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. ബേസ്ഡ് ഓൺ ദാറ്റ് റീഡിംഗ് യു നീഡ് ടു ടാക്കിൾ ദ questions. 6 questions. For example, you may get an email, followed by that email you will be getting a question. വീണ്ടും ഒരു ഇമെയിൽ കിട്ടാം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ ഒരു നോട്ടീസ് ആയിരിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ 6 questions, 1 to 6. Okay, yes, but when we differentiate part A from part B, or part B from part A, നമ്മൾ പറഞ്ഞു part A യിൽ നമുക്ക് 3 type of question ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? Matching type of questions, short answer type of questions, and 3 we have sentence completion. പക്ഷേ when we come to part B, എന്ത് type of question ആണ് നമുക്ക് കിട്ടുക? Yes, look at what I've given. You get multiple choice questions. നമുക്ക് multiple choice question ആയിരിക്കും നമുക്ക് part B കിട്ടുക. What do you mean by a multiple choice question? Imagine that you are getting an email, a first question and an email. You have an email, and based on that email, you will be getting a question followed by options. നമുക്കൊരു ക്വസ്റ്റ്യനും ഓപ്ഷനും തന്നു കഴിഞ്ഞിട്ട് കറക്റ്റ് ഓപ്ഷനെ നമ്മൾ സെലക്ട് ചെയ്യുകയും ബാക്കി റിമൈനിങ് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യനെ നമ്മൾ multiple choice questions എന്ന് പറയും. So you get 6 different extract and 6 different multiple choice questions. Okay, and what is the specialty of that multiple choice question? You are getting a question followed by 3 different options, namely option A, B and C. And based on our reading, we need to select the correct answer and we need to eliminate the next 2 options. ഇങ്ങനെയാണ് നമുക്ക് പാർട്ട് ബിയുടെ ഒരു ജനറൽ സ്ട്രക്ചർ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഐ എം നോട്ട് ഗോയിങ് ടു ടു മച്ച് ഡീറ്റെയിൽ. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇൻട്രോഡക്ടറി പാർട്ട്. ക്ലിയർ? യെസ്. ആൻഡ് വി ആർ മൂവിംഗ് ടു ദ ലാസ്റ്റ് പാർട്ട്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. വി ഹാവ് പാർട്ട് സി. നമ്മൾ അവസാനത്തെ ഇതിലേക്ക് പോകുന്നു, പാർട്ട് സി. And when we have that general introduction, I think you can see the slide in front of you. അപ്പോൾ നമ്മൾ എന്തു പറഞ്ഞു? പാർട്ട് എയിൽ 20 questions നമ്മൾ പറഞ്ഞു, പാർട്ട് സിയിൽ 6 questions എന്ന് പറഞ്ഞു. ടോട്ടൽ 26 ആണ്. ആൻഡ് the entire questions that we have for reading is 42. അപ്പോൾ റിമൈനിങ് എത്ര ആയിരിക്കും ക്വസ്റ്റ്യൻസ്? It is 26 plus 16 ആണ് 42. So we have having a total of 16 questions for part C. എന്താണ് ജനറലി ഒരു OETയുടെ നോഷൻ? പാർട്ട് സി ആയിരിക്കും എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ബിക്കോസ് ഒരു ലോങ് എക്സ്ട്രാക്ട് ആയിരിക്കും. ഇങ്ങനെ പല പല പ്രശ്നങ്ങളും പല പല സ്പെഷ്യാലിറ്റീസും പാർട്ട് സിക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായിരിക്കും മോസ്റ്റ്ലി ഡിഫിക്കൽട്ട് ആസ് ആൻ OET ട്രെയിനർ ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ ജനറൽ ഇൻട്രൊഡക്ഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ലുക്ക് അറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. പാർട്ട് സിയിൽ നമുക്ക് 16 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ബട്ട് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ 16th ക്വസ്റ്റ്യനെ നമ്മൾ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. അതിനെ into 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലുക്ക്, and part C contains 2 sections, and first section contains 8 questions and the next section contains another 8 questions, which means regarding the reading material that you get for part C, നമ്മൾ പറഞ്ഞു 16 questions, first section 8 questions, second section 8 questions ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. So for the first set of 8 questions നിങ്ങൾക്കൊരു എക്സ്ട്രാക്ട് വായിക്കാൻ ഉണ്ടായിരിക്കും. അതിനുശേഷം you will be getting another extract where you can get the remaining 8 questions. What does that mean? The total number of extract that you get for part C is 2. From the first extract, you have the first 8 questions. From the next extract, you will be getting the next 8 questions. And remember, both these extracts are different. Same അല്ല ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ആദ്യം ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചായിരിക്കാം ആ ഒരു എക്സ്ട്രാക്ട് തന്നിരിക്കുന്നത്, അതിൻ്റെ ഒരു ലോങ് പ്രസന്റേഷനെ കുറിച്ചായിരിക്കാം. പിന്നീടുള്ളത് ഇറ്റ് കുഡ് ബി റിഗാർഡിംഗ് സംതിങ് എൽസ്. അപ്പോൾ രണ്ടും സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. ഫ്രം ദ ഫസ്റ്റ് എക്സ്ട്രാക്ട് ഫസ്റ്റ് 8, ഫ്രം ദ നെക്സ്റ്റ് എക്സ്ട്രാക്ട് ദ റിമൈനിങ് 8 ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ബിയും സിയും നമ്മൾ ടുഗദർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് എ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നു. പിന്നീട് ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പാർട്ട് ബിയിൽ 1 to 6 questions, and from 7 we will start from part C. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ 8 questions ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ 7 to 14 ഫസ്റ്റ് സെറ്റ്, നെക്സ്റ്റ് സെറ്റ് 15 to 22. അപ്പോൾ 22 plus part A 20, we make a total of 42 questions. ഇങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയിൽ ഹൗ ഇറ്റ് ഇസ് ഡിവൈഡഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു to extract 8 questions, 7 to 14, 15 to 22 question number. And regarding the extract, what do you get? You are getting 2 long paragraphs or 2 long extract to read, and each extract, നമ്മൾ ഒരു എക്സ്ട്രാക്റ്റിൽ നമുക്ക് about 5 to 8 paragraphs നമുക്ക് ഉണ്ടായിരിക്കും. From that you can understand part C എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആണ്.
അപ്പോൾ ഈ 5 to 8 പാരഗ്രാഫ്സ് ഉള്ള ഫസ്റ്റ് എക്സ്ട്രാക്ട് വായിച്ചിട്ട് നമുക്ക് 7 to 14 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് എ സിമിലർ എക്സ്ട്രാക്ട് വിത്ത് again 5 to 8 paragraphs sometimes, and you'll be able to do the remaining 15 to 22 questions. ഇങ്ങനെയാണ് നമുക്ക് പാർട്ട് സിയുടെ സ്ട്രക്ചറിങ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സിമിലർ ടു പാർട്ട് ബി, യു കെൻ സീ what are the type of questions. You get the same multiple choice questions in part C also. ബട്ട് നമ്മൾ പാർട്ട് ബിയോട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പാർട്ട് സിക്ക് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിക്കോൾ വാട്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ പാർട്ട് ബി. പാർട്ട് ബിയിൽ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഫോളോഡ് ബൈ 3 ഡിഫറെന്റ് ഓപ്ഷൻസ് ആയിരുന്നു. പക്ഷേ വെൻ വി കം ടു പാർട്ട് സി എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ, സോ ദേ ആർ adding an extra option. അപ്പോൾ when we come to part C, we have a question followed by 4 different options. പാർട്ട് ബിയിൽ 3 ആണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഓപ്ഷന്റെ അഡീഷനും കൂടെ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് സിയിൽ കുറച്ചുകൂടെ വിജിലന്റ് ആയിട്ട് കുറച്ചുകൂടെ വി ഹാവ് ഒരു ഹൈലി ക്ലീൻ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർട്ട് സി നമുക്ക് പെട്ടെന്ന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇവിടെ എലിമിനേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് കൂടുതലാണ്. ആൻഡ് ദി എക്സ്ട്രാക്ട് ദാറ്റ് വി നീഡ് ടു ഗോ ഫോർ ഇറ്റ്. ബാക്കി പാർട്ട് സിയിൽ നമുക്ക് കൂടുതലായിട്ടും ചെയ്യേണ്ട കുറെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് സിൻസ് ഇറ്റ് ഇസ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, വി കാൺ ഗോ ടു മച്ച് ഡീപ്പ് ഇൻ ടു ഇറ്റ്. വിൽ ബി ഹാവിംഗ് ദി ഡീറ്റെയിൽസ് റിഗാർഡിംഗ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടായിരിക്കും. ബട്ട് ജസ്റ്റ് ഫോർ ദിസ് ജനറൽ ഇൻട്രൊഡക്ഷൻ വി ആർ ഹാവിംഗ് ദിസ് കൈൻഡ്സ് ഓഫ് തിങ്സ് വെൻ വി ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഇതാണ് പാർട്ട് സി പറയുക. നമുക്ക് 2 എക്സ്ട്രാക്ട് ഉണ്ട്. ഈച്ച് എക്സ്ട്രാക്ടിൽ നിന്നും 8 questions. സോ ദാറ്റ് മേക്സ് എ ടോട്ടൽ ഓഫ് 16 questions. ആൻഡ് റിഗാർഡിംഗ് ദ ടൈം, പാർട്ട് ബിക്കും പാർട്ട് സിക്കും നമുക്ക് ബാക്കിയുള്ള റിമൈനിങ് 45 minutes ആണ് നമുക്കുള്ളത്. പാർട്ട് എ 20, പാർട്ട് എ 15, ആൻഡ് പാർട്ട് ബി ആൻഡ് സി വി ഹാവ് എ ടോട്ടൽ ഓഫ് 45 questions. സോ ഇതാണ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് പാർട്ട് റീഡിംഗ് മൊഡ്യൂളിനെ കുറിച്ച് പറയാം. നമ്മൾ പെട്ടെന്ന് റീകോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കുള്ളത് 42 ആണ്. ആൻഡ് മാക്സിമം ടൈം 1 hour or 60 minutes. നമ്മൾ റീഡിംഗിന് 3 പാർട്ടുണ്ട്, എ, ബി ആൻഡ് സി. Part A we have 20 questions, 15 minutes. Part B we have 6 questions. Part C we have 16 questions. 16 plus 6, 22. That makes a total of 42 questions. And part B and C le part A le remaining 15 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 45 minutes നമുക്കുണ്ട്. പാർട്ട് ബിയിലും പാർട്ട് സിയിലും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് പറഞ്ഞു. പാർട്ട് എയിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണുള്ളത്. മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ആൻഡ് സെന്റൻസ് കംപ്ലീഷൻ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 marks. നമുക്ക് നെഗറ്റീവ് മാർക്സ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് റീഡിംഗ് മൊഡ്യൂളിനെ പറ്റി നമുക്ക് കഴിയുന്നത്. So that is about the today's live session. So I hope the general introduction regarding reading, we haven't covered too much details into it, but we'll be covering soon by the other things. പക്ഷേ ഒരു general introduction നമുക്ക് reading എന്താണ്, എന്തൊക്കെ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കിട്ടുക. Thank you for this